ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഈ 4K ഡിസ്കുകളുടെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കമ്പനിയെ പറ്റിയുള്ള വീഡിയോ ആണ്. കീനോ ലോബർ എന്ന കമ്പനിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ ചെറിയ ടൈം കൊണ്ട് അതിനൊരു ആ കമ്പനിയെ പറ്റി ബേസിക് ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കീനോ ലോബർ എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ മീഡിയ റിലീസിംഗ് കമ്പനിയാണ്. അതായത് ഒരു പ്രീമിയം ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫാൻസി ബൊട്ടിക് കാറ്റഗറിയിൽ വരുന്ന ബ്ലൂറേസും 4Ks ആണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കീനോ ലോബർ എന്ന ഈ കമ്പനി ഫിസിക്കൽ മീഡിയ മാത്രമല്ല റിലീസ് ചെയ്യുന്നത്, അവർക്ക് അവരുടേതായ ഒരു OTT കൂടെ ഉണ്ട്. അത് കീനോ നൗ എന്ന് പറഞ്ഞിട്ടാണ് OTTയുടെ പേര്. അതേസമയത്ത് അവർ തിയേറ്ററിക്കൽ റിലീസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ റീസ്റ്റോറേഷൻ വർക്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് കീനോ ലോബർ. കീനോ ക്ലാസിക്സ്, കീനോ കൾട്ട്, കീനോ സ്റ്റുഡിയോ ക്ലാസിക്സ് ഇങ്ങനെ എല്ലാം ലേബൽ ചെയ്തിട്ട് ഇവരുടെ പല പല എഡിഷൻസ്, അതായത് പല പല ലേബൽസിൽ ഇവർ മൂവീസ് റിലീസ് ചെയ്യാറുണ്ട്. രണ്ട് ഫോർമാറ്റിൽ, അതായത് 4K ഫോർമാറ്റിലും ബ്ലൂറേ ഫോർമാറ്റിലും ഇവർ റിലീസ് ചെയ്യാറുണ്ട്. DVDs ഇറങ്ങിയ കാലം തൊട്ടേ ഫീൽഡിലുള്ളവരാണ് ഈ കമ്പനി. ഇവർ 1000-ൽ പരം ബ്ലൂറേസ് റിലീസ് ചെയ്തിട്ടുണ്ട്. 1922 മൂവിയായ നൊസ്ഫെറാറ്റു, അതായത് നൊസ്ഫെറാറ്റു എന്ന് പറയുന്നത് ഏകദേശം ഒറിജിനൽ വെർഷൻ ഏകദേശം 103 വർഷം പഴക്കമുള്ള സിനിമയാണ് നൊസ്ഫെറാറ്റു. ആ മൂവിയുടെ വരെ റെസ്റ്റോറേഷൻ വർക്ക് ചെയ്ത് 2006-ൽ അവർ ബ്ലൂറേ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ കീനോ ലോബർ. കീനോ ലോബർ എന്ന ഈ കമ്പനിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ലൈസൻസിങ് ആണ്. അതായത് MGM, പാരമൗണ്ട് പോലുള്ള വലിയ വലിയ സ്റ്റുഡിയോസ് ഇന്ന് ലൈസൻസിങ് എടുക്കും, അതായത് അവരുടെ മൂവിയുടെ റൈറ്റ്സ് മേടിക്കും. അപ്പോൾ നമ്മൾ കീനോ ലോബറിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മിക്ക മൂവീസും ഈ MGM, പാരമൗണ്ട് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതായത് 4Ks ഇങ്ങനെ വന്നു തുടങ്ങിയ ആ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ആ സമയത്ത് ഫസ്റ്റ് തന്നെ ഈ 4Ksലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത ഒരു കമ്പനിയാണ് കീനോ ലോബർ. അതായത് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് അവരും ഇതേപോലെ ഒരു ബുട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാൻസി ടൈപ്പ് ബ്ലൂറേ കമ്പനിയാണ്. അവർ കൂടുതലായിട്ടും ബ്ലൂറേസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടും ടൈം കീനോ ലോബർ 4Ksൽ ഫോക്കസ് ചെയ്തത്. 4Ks തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് അകത്ത് ബ്ലൂറേ വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പ്രീമിയം എന്ന് പറയാൻ പറ്റുന്ന കീനോ ലോബർ ആയി തുടങ്ങി. ദ ഗ്രേറ്റ് എസ്കേപ്പിൻ്റെ ഒക്കെ 4K എഡിഷൻസ് ഇറക്കിയത് ഇവരാണ്. ഹൊറർ ആയാലും ത്രില്ലർ ആയാലും ആക്ഷൻ ആയാലും ഡ്രാമ കാറ്റഗറി ആയാലും കൾട്ട് ക്ലാസിക്സിലായാലും ഇവരെല്ലാ ഫീൽഡിലും അത്യാവശ്യം നല്ലപോലെ റിലീസുകൾ ചെയ്തിട്ടുണ്ട്. ഏത് ജോണർ എടുത്താലും ഇവരുടെ കുറേ മൂവീസ് ഈ ഒരു കമ്പനിയുടെ ലേബിലാണ് വന്നിരിക്കുന്നത്. അതായത് 1940s തൊട്ട് ഒരു 2000 റേഞ്ച് വരെയുള്ള മിക്ക ടൈം ലൈനിലെ ഫേമസ് മൂവീസും ഇവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൊരു കുറച്ച് മൂവീസ്, അതായത് ഞാൻ വളരെ കുറച്ച് കളക്ട് ചെയ്തിട്ടുള്ളൂ. അറൗണ്ട് 9 മൂവീസ് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉള്ളൂ കീനോ ലോബറിൻ്റെ. ഞാൻ 10ാമത്തെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഞാനത് ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്ത ഇൻഡീസൻ പ്രപ്പോസലാണ്. കീനോയുടെ ലോഗോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കീനോയുടെ സ്റ്റുഡിയോ ക്ലാസിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വന്നതാണ്. എസ്കേപ്പ് ഫ്രം ആൽക്കട്രാക്സ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഡോളർ ട്രിലജി എന്ന് പറയും. അത്യാവശ്യം ഫേമസ് ആണ്, ക്ലാസിക്സ് ആണ്. ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോർ, ഗുഡ് ബൈ ആൻഡ് ദ അഗ്ലി, ഫിസ്റ്റ് ഫുൾ ഓഫ് ഡോളേഴ്സ്. ഡോളേഴ്സ് ട്രിലജി എന്നാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം കീനോയുടെ റിലീസസുകളാണ്. മിക്കതും സീൽഡ് തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ലതൊന്നും. ബാഡ് ലൂട്ടനൻറ്റ് ഇതൊരു കൾട്ട് മൂവിയാണ്. സൈലൻസ് ഓഫ് ദി ലാംബ്സ് ഇത് അത്യാവശ്യം ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു മൂവിയാണ്. 3 Days of Condor, ഫേസ് ഓഫ് നിക്കോളസ് കേജിൻ്റെ വളരെ ഫേമസ് മൂവിയാണ് ഫേസ് ഓഫ്. ഈ കാണിച്ച 9 ടൈറ്റിൽസും കീനോ ലോബറിൻ്റെ എഡിഷൻസ് ആണ്. ഞാൻ 10ാമതായിട്ട് ബുക്ക് ചെയ്ത ഐറ്റമാണ് മൗസ് ഹണ്ട്. മൗസ് ഹണ്ടിന് അങ്ങനെ ഒരു ട്രാൻസ്ഫർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത് 35mm ഒറിജിനൽ ഫിലിം എടുത്തിട്ട് അത് സ്കാൻ ചെയ്തിട്ടാണ് ഇത് റെസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് HDR, ഡോൾബി വിഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് വീഡിയോ അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസീവ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ കൂടി സ്റ്റിൽ നമുക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമേജ് ആണ് കിട്ടുന്നത്. സബ്രീന എന്ന ഫേമസ് ക്ലാസിക് മൂവിയും ഇവരുടെ റിലീസിലാണ് പുറത്തു വന്നത്. ഈ കീനോ ലോബറിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എടുത്ത് പറയാൻ പറ്റുന്നത്, ഇവർ ചില മൂവീസ് എടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മൂവിക്ക് ഒരു ബെറ്റർ അപ്ഗ്രേഡ് തന്നെ ഇല്ലാതായിരിക്കും. അതായത് ആ എന്ത് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ അതുള്ളത് അതിൽ തന്നെ നിന്ന് പോകും. അതായത് ബ്ലൂറേ മാത്രം റിലീസ് ചെയ്തിട്ടുള്ള നോർമൽ അവരുടെ തന്നെ സ്റ്റുഡിയോയിൽ റിലീസായിട്ടുള്ള സെയിം ബ്ലൂറേ എഡിഷൻ മാത്രമായിട്ട് നിന്ന് പോവുകയും എന്നാൽ ഒരു 4K എഡിഷൻ അവരും ചെയ്യത്തില്ല, ആരും ചെയ്യത്തില്ല എന്നുള്ള കണ്ടീഷൻ വരും. അങ്ങനെ കുറേ മൂവീസ് കീനോ എടുത്ത് വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബുട്ടിക് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ വിനെഗർ സിൻഡ്രോം ആയാലും ക്രൈറ്റീരിയൻ ആയാലും ആരോ ആയാലും പലതും ബുട്ടിക് ഐറ്റംസ് തന്നെയാണ്. പക്ഷേ എനിക്ക് കീനോ ലോബർ ഫേവറേറ്റ് ആകാൻ കാര്യം വെച്ചാൽ ഇവരുടെ യുണീക്നെസ് ആണ്. ഇവർ ഒരുപാട് എഡിഷൻസ് ഒന്നും ഇറക്കത്തില്ല. അതായത് ചില ടൈറ്റിൽസ് ഉണ്ട്, ലിമിറ്റഡ് എഡിഷൻ വരും, സ്പെഷ്യൽ എഡിഷൻ വരും, അൾട്ടിമേറ്റ് കളക്ടേഴ്സ് എഡിഷൻ എന്ന് പറഞ്ഞ് വരും. അത് ഒരു മൂവിയുടെ തന്നെ പല പല എഡിഷൻസ്, പല പല വേരിയേഷൻസ്, ചിലപ്പോൾ ആർട്ട് വർക്കിൽ മാത്രമേ വ്യത്യാസം കാണും, ചിലപ്പോൾ ഒരു ഡിസ്ക് എക്സ്ട്രാ തരുമായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരുപാട് എഡിഷൻസ് കൊണ്ടുവരും, പ്രൈസും അതുപോലെ കൂട്ടും. പക്ഷേ ഈ കീനോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നേരെ ഡയറക്റ്റായിട്ട് സിംഗിൾ എഡിഷൻ, അതായത് ഒരു 4K റിലീസ് ആണെന്നുണ്ടെങ്കിൽ 4Kയുടെ കൂടെ ബ്ലൂറേ കാണും, ഒരേ ആർട്ട് വർക്ക് തന്നെ ആയിരിക്കും, ഒരു സ്ലിപ്പ് കവർ കാണും. സ്ലിപ്പ് കവറിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് കീനോയുടെ എഡിഷൻസ് ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. ആ സമയത്തായിരിക്കും സ്ലിപ്പ് കവർ കിട്ടുന്നത്. അതേ സമയത്ത് കുറേ കഴിയുമ്പോഴത്തേക്ക് സ്ലിപ്പ് കവേഴ്സ് ഔട്ട് ഓഫ് പ്രിന്റ് ആവും. അത് കഴിഞ്ഞാൽ ഈ നോർമലി ഞാൻ ഇപ്പോൾ ഈ മേടിച്ച പോലെ സ്ലിപ്പ് കവർ ഇല്ലാതെ ഇങ്ങനെ കിട്ടും, സീൽഡായിട്ട് ജസ്റ്റ് ഇത് മാത്രമായിട്ട്.
അത് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ഈ സെയിം ആർട്ട് വർക്ക് തന്നെ ആയിരിക്കും എല്ലാ എഡിഷനിലും വരുന്നത്. അപ്പോൾ ഇവരിത് മാറ്റാനോ അങ്ങനെ വലിയ ചേഞ്ച് വരുത്താനോ നോക്കത്തില്ല. അപ്പോൾ അത്രയും ഒരു സിമ്പിൾ സ്വീറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഐറ്റമാണ് കിനോ ലോബർ. പിന്നെ ഇതിങ്ങനെ കളക്ഷനായിട്ട് വെക്കുമ്പോഴും ഒരു യൂണിറ്റി കാണും. അതായത് എല്ലാം ഒരേ ഒരു ഡിസൈനിലായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഷെൽഫിങ് അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമായിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുകയോ അങ്ങനെ ഒന്നുമില്ല. എത്രയും ക്ലീൻ ആയിരിക്കും. ഇവർ ഒറ്റ എഡിഷൻ ഇറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും അത് തന്നെ മാക്സിമം കണ്ടന്റ് ഇവർ ആഡ് ചെയ്യും. അതായത് ഇൻ്റർവ്യൂസ് ആയാലും മേക്കിംഗ് വീഡിയോ ആയാലും ഡിലീറ്റഡ് സീൻസ് ആയാലും ഓഡിയോ കമൻട്രി ആയാലും അങ്ങനെയുള്ള എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും ഇവർ ആ ബ്ലൂറേയിലോ 4Kയിലോ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഗുണമെന്ന് പറയും. നമ്മളിപ്പം ഒരു മൂവി ഫിസിക്കൽ മീഡിയയിൽ വാങ്ങിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീനോയുടെ എഡിഷൻ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നേരെ 4K വേണോ ബ്ലൂറേ വേണോ രണ്ട് ചോയ്സ് മാത്രം നോക്കിയാൽ മതി, നേരെ വാങ്ങുക. വേറെ ഡൗട്ട്സ് കാര്യങ്ങൾ വേറെ എഡിഷൻസിൻ്റെ വേറെ ഡൗട്ടോ ഒന്നുമില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു ബൊട്ടിക് ഐറ്റം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് ഒരു $20 to $30 പറയാൻ പറ്റും. ഇതിൻ്റെ റിലീസ് ടൈമിലായാലും നോർമൽ ആവറേജ് റേറ്റ് തന്നെ ആ റേഞ്ചിലാണ്. പിന്നെ അത്രയും ഇപ്പോൾ മൗസ് ഹണ്ടൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ പ്രൈസ് ഡ്രോപ്പിന് വെയിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നോർമൽ റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൗസ് ഹണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതാണ്. കീനോ ലോബറിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.